ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ച് പാർക്കിലാണ്. അപ്പം ഞാനിവിടെ ആടിക്കൊണ്ടിരിക്കുവാണ്. അപ്പത്തെ ശരിച്ചുണ്ട്. അപ്പം ഞാൻ ഊഞ്ഞാലാടുന്നുണ്ട്, പിന്നെ സ്വിങ് അല്ല എന്തെല്ലോ കയറുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട്, പക്ഷെ അവിടെ ചെളിയുണ്ട്, അതുകൊണ്ട് അത്ര സുഖവും ഇല്ല. ഇങ്ങനെ ഒറ്റ ഊഞ്ഞാലാടുകയാണ് ഗൈസ്. വീഴാൻ തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കാവുക. ഇല്ലെങ്കിൽ ഷെയ്ക്കാവും, പക്ഷെ എത്ര ഷെയ്ക്കാവില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ട, ഇവിടെ വലിയവർക്ക് പറ്റിയൊരു സ്വിങ്ങാണിത്. അപ്പം എന്താണ്, നല്ല രസമുണ്ട് ആടാൻ. പക്ഷെ മേലെ നല്ല കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഇത് വലിയവർക്ക് ആടാൻ പറ്റിയതാണ്. തടി കൃഷ്ണമറ്റം കൊണ്ടുണ്ടാക്കി കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ ചിരിഞ്ഞിട്ടെല്ലാം പോകുന്നു. എനിക്ക് നല്ല രസമെല്ലാം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനും അമ്മയും അമ്മേൻ്റെ ടീച്ചറും ടീച്ചറുടെ മോളാണ് വന്നത്. അപ്പോൾ ശ്വേത എന്നാണ് ടീച്ചറുടെ മോളുടെ പേര്. അപ്പോൾ ശ്വേതേച്ചി അപ്പുറത്തെ ഊഞ്ഞാൽ നാടുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തെ ഊഞ്ഞാലാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബാലൻസ് കിട്ടുന്നില്ല, ഒന്നാമത്തെ തെറ്റിയാൽ അപ്പം വീഴും. അതുപോലത്തെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആടുന്നത് കുറച്ച് പ്രശ്നം പോലെയാണ്. അതുകൊണ്ട് എനിക്ക് അധികം ശക്തിയിലൊന്നും ആടാൻ പറ്റും. വേറെ ആരും ഉണ്ടെങ്കിൽ അങ്ങെത്തും ഞാൻ. പക്ഷെ ഇപ്പോൾ ആരും മനസ്സിലാ, കാരണം അവരെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പുറത്ത് ചേരിച്ച് ആടുന്നുണ്ട്. അതുകൊണ്ട് ഏതെല്ലോ ഡയറക്ഷൻസിലാണ് ഞാൻ പോകുന്നത്, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. ഇത് പാർട്ട് 2 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നേരത്തെ ഇട്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ കുറച്ച് മിക്സൊക്കെ ഇട്ടാണ്. പയ്യാമ്പലം പാർക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ, എന്തോ ഒരു സുഖം. അപ്പോൾ കുറച്ച് നല്ല രസമുണ്ട്. വെച്ചാൽ ഇവിടെ തന്നെ ആടാൻ നല്ല സുഖമാണ്. 2 മീറ്ററിനധികം ഇതൊക്കെ ഉണ്ടോ മേലെ ഇത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ശക്തിയില്ലാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയവർ ആടുന്ന പ്രായമുള്ളവരുള്ള ആടുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളതാണ് കണ്ടോ. ഞാൻ ഏതെല്ലോ സൈഡിലോട്ടൊക്കെ പോണേ. അപ്പം ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച എനിക്ക് ചെറിയ ഇതുകൊണ്ട്, പക്ഷെ എനിക്ക് നല്ല രസമുണ്ട്. ഇതിപ്പം ഞാൻ ഇറങ്ങി കേട്ടോ. ഇതെങ്ങനെയാണല്ലേ പോയത് ശരിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്തെന്താന്ന് സീസോയിലാണ് ഉള്ളത് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഞാൻ വീണ്ടും നേരത്തെ ഒരു ഊഞ്ഞാലിൽ കയറുവാണ്. ഞാൻ ഇപ്പോൾ എത്രാമത്തെ ഊഞ്ഞാലാണ് ആടുന്നതെന്തോ. നല്ല രസമുണ്ടായിരുന്നു. താഴ്ചകളിലായതുകൊണ്ട് കുറച്ചത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ സ്വിങ്ങിലേക്ക് കയറാണ്. സോറി സ്ലൈഡിലേക്ക്. നല്ല രസമുണ്ട്. പക്ഷെ നടുവിൻ്റെ കാര്യം പൊക്കയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിനെ തൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിക്കയറുന്നത്, അല്ലെങ്കിൽ ഞാൻ പതുക്കി കയറുള്ളായിരുന്നു. ഞാൻ ഇതിലൂടെ ഇറങ്ങി ഇതിലൂടെ വേഗം കയറാൻ നോക്കും. പക്ഷെ ഞാൻ കയറാൻ പറ്റില്ല, ഞാൻ ഓടിപ്പോകും. പക്ഷെ നല്ല രസമുണ്ടായിട്ടോ, ഫണ്ണി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്ലൈഡിലായിട്ടാണ് കയറുന്നത്. മഞ്ഞ, ഓറഞ്ച്, അങ്ങനെ. അതേ ഞാൻ മഞ്ഞയിലൂടെ അപ്പോൾ ഇനി ചെറിയൊരു ചുമയുണ്ട്. അപ്പം ഞാൻ അടുത്ത വീണ്ടും ഇതെങ്ങനെയാണ്, ഇവിടെ നല്ല വ്യൂ ആണ്. അവിടെ ശരിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങാൻ പോയിട്ട്
ഇതിൻ്റെ അടിയിലൂടെ ഒക്കെ എങ്ങനെയോടെ പോണ്. ഇത് ഛേദിച്ചും കിടക്കുന്ന ഇടാണ്. നല്ല രസമുണ്ട്. എന്തോ കോപ്രായം കാണിക്കണേ. അയ്യോ, ഇനി അടുത്തത് ഇവിടെ നിന്നാണ്. എന്താ രസം നട്ട് എൻ്റെ കാര്യം വെക്കാൻ. പിന്നെ ഞാൻ തീയിലൂടെ നടന്ന് ഒറ്റക്കാടന്ന് രസമുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ കാണുന്നു. ഇതിൽ കയറിയത് എനിക്കറിയാം. ഇറങ്ങാൻ പാടത്ത് അതിലും വല്ലാത്തതായിരുന്നു. ഇറങ്ങാൻ പറ്റി തന്നെ. പിന്നെ ഞാൻ എന്തേ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നല്ല കുറച്ച് കുഴപ്പമില്ലാത്ത രീതിക്ക് ആദ്യം കഴിഞ്ഞ മണ്ണെല്ലാം പോയ സമയത്തെല്ലാം എനിക്കിത് കിട്ടുന്നില്ലേ. ഞാൻ പോവുമായിരുന്നു. ഇപ്പം ഞാൻ ഓടിയിട്ടല്ല പോവുക. ഞാൻ വേറൊരു സമയത്ത് ഞാൻ ഒരു കോപ്രായം കാണിച്ചിട്ട് വീഴാൻ പോയി. അത് ഏതിലാണെന്ന് കുറേ തവണ ഇതിൽ കയറിയിട്ട് എപ്പാന്നൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ ഞാൻ 3 തവണ വെച്ചാൽ കയറിയിട്ടുണ്ട്. ഇതിലും ഇതേ ഒരെണ്ണം വേറെ സൈഡ് ഉണ്ടായിനി. അവിടെല്ലാം കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല ഏതിലാന്ന്. ഇത് ഞാൻ തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. എന്താ സുഖം, നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ ഞാൻ ഓടി ചിലങ്കേർന്ന് കിടക്കുക. വീഴാനില്ല പോണ്. ആദ്യം കാലെടുത്ത് വെക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമായിരുന്നു. പിന്നെ അതെല്ലാം മാറി ഇങ്ങോട്ട്. എന്താ സുഖം. എന്താ മറ്റേ ബസ്സിലെല്ലാം പിടിച്ചിട്ടില്ലേ, അതേപോലെ ഉണ്ട് കാണാൻ. 4ാമത്തെ തവണ. വാവ്, ഞാൻ എണ്ണയെ തെറ്റിപ്പോയി 3. ഇനിയിപ്പോൾ എത്ര തവണ കയറിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പം പിന്നെ ഞാൻ മുടിയെല്ലാം നയിച്ചിട്ടിച്ച് ഒരു മൗണ്ടെയിൻ ഏരിയ പോലത്തെ സ്ഥലത്ത് പോയി. മൗണ്ടെയിൻ ഹില്ലി പ്ലേസ്. ഇതാണ്, ഇതൊരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ബൈ.